നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിക പാരമ്പര്യവും സംസ്കാരവും ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിലെ അതിപുരാതന ചരിത്ര നഗരം കായൽപട്ടണം. കേരളീയ ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവകരമായ സ്വാധീനം ചെലുത്തിയ മഖ്ദൂം കുടുംബത്തെയും അധിനിവേശ പടയോട്ടങ്ങളിൽ വീരഗാഥ രചിച്ച മരക്കാരുമാരെയും സമ്മാനിച്ച പട്ടണം. നിരവധി ചരിത്രങ്ങളുറങ്ങുന്ന ദേശം, ആയിരക്കണക്കിന് ഔലിയാക്കൾ ഉറങ്ങുന്ന പട്ടണം കായൽപട്ടണം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك കുറ്റകൃത്യങ്ങളോ പോലീസ് സ്റ്റേഷനോ മദ്യശാലയോ ലഹരിയോ അഴുക്കുചാലുകളോ ഇല്ലാത്ത നാട്. മഖ്ദൂമുമാർക്കും മരക്കാറുമാർക്കും പുറമെ ഖുതുബിയ്യത്തിൻ്റെ രചയിതാവായ സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിനെയും അല്ലഫുൽ അലിഫ് രചിച്ച ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിനെയും മുഹിയുദ്ദീൻ മൗലിദ് രചിച്ച മഹ്മൂദുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിനെയും അഹ്മദുല്ലാഹൽ വലി രചിച്ച തൈക്ക അബ്ദുൽ ഖാദിർ വലിയുല്ലാഹിയെയും സമ്മാനിച്ച നാട്. ചരിത്രകാരന്മാരും സഞ്ചാരികളുമായ മാർക്കോപോളയും ഇബ്നു ബത്തൂത്തയും വസാഫും റഷീദുദ്ദീനും ബർബോസയും അബ്ദുർ റസാഖും നിക്കോളോ കോണ്ടിയും ഈ നാടിനെ തേടിയെത്തി ചരിത്രത്തിൽ ചേർക്കപ്പെട്ടു. ആ ചരിത്ര നഗരത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കായൽപട്ടണത്തേക്കുള്ള യാത്ര എൻ്റെ നാടായ തിരുനാവായയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. തിരൂരിൽ നിന്ന് ട്രെയിൻ വഴിയാണ് അങ്ങോട്ട് നമ്മൾ പോകുന്നത്. യാത്രയുടെ റൂട്ടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ തിരുനാവായെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. കായൽപട്ടണത്തിനോട് സമാനമായ ഒരു ചരിത്രം തിരുനാവായക്കും പറയാനുണ്ട്. ഇസ്ലാമിൻ്റെ കടന്നുവരവിന് മുമ്പ് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ തീരമണഞ്ഞ ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറൻ തീരം മലബാർ ആയതുപോലെ കിഴക്കൻ തീരമാകുന്ന കായൽപട്ടണം ഭാഗം മഅബർ എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട് ഭാഗത്തെ ആദ്യകാല തുറമുഖമായിരുന്നു കായൽപട്ടണമെങ്കിൽ കേരളത്തിൽ ആദ്യമായി കരയിൽ കപ്പലണഞ്ഞ തുറമുഖമാണ് തിരുനാവായയിലെ ബന്ദർ കടവ്. കുറ്റിപ്പുറം തിരൂര് റൂട്ടിൽ തിരുനാവായയിൽ നിന്ന് തിരൂര് ഭാഗത്തേക്ക് പുറപ്പെട്ടാൽ കൊടക്കൽ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് തൊട്ടു മുമ്പായി ഈ കാണുന്ന ഭാഗത്ത് ഈ റോഡിലൂടെ നേരെ പോയാൽ നമുക്ക് ബന്ദർ കടവിലേക്ക് എത്താൻ കഴിയും. ഇവിടെ അവസാനമായി കപ്പലെത്തിയത് പേർഷ്യയിൽ നിന്ന് 1755 കോഴിക്കോട് കുറ്റിച്ചിറ ജുമാ മസ്ജിദിന് ചാരെ താമസമാക്കിയ ഷാ ബന്ദർ കോയ എന്നിവരുടെ 11 കപ്പലുകളായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വഴിയാണ് കായൽപട്ടണത്തേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ തിരൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് വൈകിട്ട് 3 മണിക്കുള്ള കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ. ഇതിന് നമ്മൾ ഒറ്റപ്പാലത്ത് ചെന്നിറങ്ങും. ഇവിടെ നിന്ന് ഒറ്റപ്പാലം വരെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒറ്റപ്പാലത്ത് 4:10 കൂടി ഇതെത്തി അവിടെ നിന്ന് 4:30 മണിക്ക് പാലക്കാട് നിന്ന് തൂത്തുക്കുടി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. 4:30 മണിക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ആ വണ്ടിയിൽ നമുക്ക് പോകാൻ കഴിയും. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് 4:10 എത്തി 4:30 കൂടി നമുക്ക് പോകാനുള്ള പാലരുവി എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇതിനാണ് നമ്മൾ പോകുന്നത്. നാളെ പുലർച്ചെ 4:45 കൂടി ഈ വണ്ടി തിരുനാൽവേലി എത്തും. അവിടെ ഇറങ്ങി അവിടുന്ന് മറ്റൊരു വണ്ടിക്കാണ് കായൽപട്ടണത്തേക്ക് നമ്മൾ പോകുന്നത്. കായൽപട്ടണം എന്നുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കോറമണ്ടൽ എന്നറിയപ്പെടുന്ന തീരപ്രദേശം, അവിടെ മഅബർ എന്നും അറിയപ്പെടുന്നുണ്ട്. അവിടെയാണ് കായൽപട്ടണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം എത്തുകയും പിന്നീട് ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നൊക്കെ എത്തിയ പണ്ഡിതന്മാർ സൂഫിയാക്കളുമാണ് അവിടുത്തെ ഇസ്ലാമിനെ വ്യാപിപ്പിച്ചത്. ആ സംസ്കാരം ഇന്നും നിലനിൽക്കുന്ന ഒരു നാടുകൂടിയാണ് കായൽപട്ടണം. ആ ഒരു സ്വഭാവശുദ്ധി ഇന്നും അവിടുത്തെ ജനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ രാത്രി മുഴുവനും നമ്മൾ യാത്ര ചെയ്ത് പുലർച്ചെ 4:45 കൂടി നമ്മൾ തിരുനാൽവേലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു മക്കാമ് സിയാറത്ത് ചെയ്യുന്നുണ്ട്. ഏർവാടിയിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, കീളക്കരയിലെ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഖുതുബിയ്യത്തിൻ്റെ രചയിതാവ് കൂടിയായ സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി, അവരുടെ കുടുംബവും അവരുടെ പ്രബോധന മേഖലയുമെല്ലാം കായൽപട്ടണത്തായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട മകനാണ്
നമ്മുടെ കേരളക്കരയിലൊക്കെ ദർസുകളിൽ ആദ്യമായിട്ട് വ്യാകരണ ശാസ്ത്രത്തിൽ കുട്ടികൾ ഓതുന്ന മീസാൻ, അജ്നാസ് തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി അവരുടെ മക്ബറ ഇവിടെ അടുത്താണ്. അത് സിയാറത്ത് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീടാണ് കായൽപട്ടണത്തേക്ക് പോകുന്നത്. അപ്പോൾ തിരുനാൽവേലിയിൽ മുഹമ്മദ് ലബ്ബൽ ഖാഹിരി തങ്ങളുടെ മക്കാമ് സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തിരുനാൽവേലി ഇറങ്ങി നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾ കിട്ടും, സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് തന്നെ. അതിൽ കയറി നമ്മൾക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ പാളയംകോട്ട റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് ഈ മക്കാമുള്ളത്. ബസ്സിന് ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരൂരിൽ നിന്ന് ഒറ്റപ്പാലം വരെ 50 രൂപയും അവിടുന്ന് തിരുനാൽവേലിയിലേക്ക് നമ്മൾ റിസർവേഷൻ ചെയ്തിരുന്നു സ്ലീപ്പർ 270 രൂപയായി. അവിടെ നിന്ന് ഇങ്ങോട്ട് 15 രൂപയുമാണ് ആവുന്നത്. അങ്ങനെ നമ്മളിവിടെ ഈ മക്കാമിലെത്തിയപ്പോൾ നമുക്ക് 335 രൂപയാണ് ഇവിടേക്ക് സ്ലീപ്പർ ടിക്കറ്റ് അടക്കം ചാർജ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ പാളയംകോട്ട റെയിൽവേ ഗേറ്റിൻ്റെ അടുക്കൽ ബസ് ഇറങ്ങി. ഇനി ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പള്ളിയും അതുപോലെ പള്ളിയുടെ ചാരയുള്ള മക്കാമുള്ളത്. അവിടെ ആരോട് ചോദിച്ചാലും നമുക്ക് ഇത് കാണിച്ചു തരും. കായൽപട്ടണത്തുള്ള ഒട്ടുമിക്ക പണ്ഡിത സൂഫി വര്യന്മാരും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലുള്ളവരാണ്. കായൽപട്ടണത്തുകാരെ കായൽപട്ടണത്തേക്ക് ചേർത്തിയിട്ടാണ് കാഹിരി എന്ന് വിളിക്കുന്നത്. അവരുടെ പേരിന് കൂടെ എല്ലാം കാഹിരി എന്ന് വിളിക്കപ്പെടുന്നത്. കായൽപട്ടണത്തെ പ്രധാനപ്പെട്ട പണ്ഡിതരായിരുന്നു മഹാനായ സുലൈമാൻ ഖാഹിരി റളിയല്ലാഹു അൻഹു. അവരുടെ പഞ്ചനക്ഷത്രങ്ങളെന്നറിയപ്പെടുന്ന 5 മക്കളിൽ രണ്ടാമത്തെ മകനാണ് സുദഖത്തുല്ലാഹിൽ ഖാഹിരി. അവരുടെ പുത്രനാണ് നമ്മളിപ്പോൾ ഈ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. സുദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവും 2 സഹോദരന്മാരും കായൽപട്ടണത്തും, ഒരു സഹോദരൻ കളക്കാട് ഏർവാടിയിലും മറ്റൊരു സഹോദരൻ മഞ്ഞക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തുമാണുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി റളിയല്ലാഹു അൻഹു മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ മുഫ്തി കൂടിയായിരുന്നു. ഔറംഗസീബിൻ്റെ ഫത്താവ ആലംഗീരി എന്ന കിതാബ് രചിക്കുന്നതിൽ അതിലെ ഒരംഗം കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ ഇവിടുത്തുകാർ ഷെയ്ഖ് മുഹമ്മദ് ലബ്ബൈ അബ്ബ എന്നാണ് വിളിക്കപ്പെടാറുള്ളത്. ഇവിടെ ആ മക്ബറ കൂടാതെ ബഹുമാനപ്പെട്ട ഖാദിർ മീറാൻ ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മറ്റൊരു മക്കാമ് കൂടി ഇവിടെയുണ്ട്. പണ്ഡിതന്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള സിയാറത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു മക്കാമാണ് ബഹുമാനപ്പെട്ട ലബ്ബൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മക്കാം. അള്ളാഹു ആ മഹാൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കായൽപട്ടണത്തുള്ള മറ്റു മക്കാമുകൾ അടുത്ത എപ്പിസോഡുകൾ നമ്മൾ കാണിക്കും. ഇതിൽ ഇനി ചേർത്താൽ വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം.